ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് ജുലാനയിലായിരിക്കും. ഇവിടെയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്നാൽ വിനേഷ് ഫോഗട്ടിന് ജുലാന വെല്ലുവിളികൾ നിറഞ്ഞ ഭൂമിയാണ്. ഗോദയിലെ പോരാട്ടം തന്നെ ഇവിടെയും പുറത്തെടുക്കേണ്ടി വരും. വിനേഷിന്റെ പ്രചരണങ്ങൾ ഗംഭീരമാണ്. പക്ഷേ ഇവിടെ മറ്റു പാർട്ടികൾ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ വിനേഷിന് എത്രത്തോളം സാധിക്കും എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് ജുലാനയിലായിരിക്കും. ഇവിടെയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്നാൽ വിനേഷ് ഫോഗട്ട് ജുലാന വെല്ലുവിളികൾ നിറഞ്ഞ ഭൂമിയാണ്. ഗോദയിലെ പോരാട്ടം തന്നെ ഇവിടെയും പുറത്തെടുക്കേണ്ടി വരും. വിനേഷിന്റെ പ്രചരണങ്ങൾ വളരെ ഗംഭീരമാണ്. പക്ഷേ ഇവിടെ മറ്റു പാർട്ടികൾ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ വിനേഷിന് എത്രത്തോളം സാധിക്കും എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ജുലാന ജാട്ട് ഹൃദയഭൂമിയിൽ സുപ്രധാന സീറ്റാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് അടക്കം ഉയർത്തിയാണ് വിനേഷിന്റെ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനപ്രിയ മുഖമെന്ന പ്രതിച്ഛായ ഉണ്ടാക്കാനും വിനേഷ് ഫോഗട്ടിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ജനപിന്തുണയോടെ ജയിച്ചു കയറാൻ സാധിക്കും എന്നതുമാണ് വിനേഷ് ഫോഗട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. സെപ്റ്റംബർ 6-നാണ് വിനേഷ് കോൺഗ്രസിൽ ചേരുന്നത്. കോൺഗ്രസിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിനേഷ് ഫോഗട്ടിന് ഹരിയാന തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് ലഭിച്ചത്. വിനേഷിനൊപ്പം ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവായ ബജ്രംഗ് പൂനിയയും ഇതേ സമയം തന്നെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടപ്പോൾ അതിൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ഒളിമ്പ്യനും ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ടിന് കോൺഗ്രസ് സീറ്റ് നൽകുകയായിരുന്നു. തുടർന്ന് ജുലാനയിൽ നിന്ന് വിനേഷ് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ആം ആദ്മി പാർട്ടി ഇവിടെ കവിത ദലാലിനെ മത്സരിപ്പിക്കുന്നുണ്ട്. മുൻ WWE ഗുസ്തി താരമാണ് കവിത ദലാൽ. ജാട്ടുകളിലെ ദലാൽ ഗോത്രത്തിന്റെ വലിയ പിന്തുണ തന്നെ കവിത ദലാലിനുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 6ഓളം ഗ്രാമങ്ങളിലാണ് ഈ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളത്. ആം ആദ്മി പാർട്ടി മാത്രമല്ല, ജനനായക് ജനതാ പാർട്ടിയുടെ സിറ്റിംഗ് MLA ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ സുരീന്ദർ ലാഥറിനെ ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. സുരീന്ദർ ലാഥർ ഹരിയാനയിലെ പ്രമുഖ ലാഥർ ഗോത്രത്തിന്റെ പിന്തുണയുള്ള നേതാവാണ്. 4 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഈ മത്സരം ജുലാനയിലെ പോരാട്ടത്തെ പ്രവചനാതീതമാക്കി മാറ്റുകയാണ്. 4 സ്ഥാനാർത്ഥികളും ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ഭിന്നിച്ചു പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ജുലാനയിൽ 8000 ജാട്ട് വോട്ടുകളുണ്ട്. BJPയുടെ ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയിൽ നിന്നും വിനേഷ് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇയാൾ ജാട്ടിതര സ്ഥാനാർത്ഥിയാണ്. OBCയും പട്ടിക വിഭാഗവും ബ്രാഹ്മണരും ബൈരാഗിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ബൈരാഗിക്ക് വലിയ ജനപിന്തുണയുണ്ടെന്നാണ് അവകാശപ്പെടുന്നതും. കോവിഡ് കാലത്തും ചെന്നൈ പ്രളയകാലത്തുമുള്ള ബൈരാഗിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ജനപിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹം മുന്നിലുണ്ടെന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. അതേസമയം കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചവരും വിനേഷിനെതിരെയാണ് നിൽക്കുന്നത്. പ്രാദേശിക നേതാക്കളിൽ പലരും പ്രചരണത്തിൽ സജീവമല്ല. മുൻ MLA ധർമ്മേന്ദർ ധൂൽ, രോഹിത് ദലാൽ എന്നിവർ വിനേഷിന്റെ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം തന്നെ വിനേഷിനെ തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. INLDയുടെ ശക്തി കേന്ദ്രമാണ് ജുലാന എന്നതുമുണ്ട്. 2000-2005 വർഷങ്ങളിൽ കോൺഗ്രസിന്റെ ഷേർ സിംഗ് ഇവിടെ വിജയിച്ചിരുന്നു. 2009-2014 INLD സീറ്റ് തിരിച്ചുപിടിച്ചു. 2019 JJPയുടെ അമർജിത് ധന്ദയാണ് ഇവിടെ വിജയിച്ചത്. വിനേഷിന്റെ ഭർത്താവ് ജുലാനയിൽ നിന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ജനപ്രീതി നേടാൻ സാധിക്കുമെന്ന് വിനേഷ് കരുതുന്നുണ്ട്. പക്ഷേ കടുത്ത മത്സരം നേരിടേണ്ടി വരും എന്നതും ഒരു വാസ്തവം തന്നെയാണ്.